അപ്പോൾ ഇപ്പോൾ ഈ സാരിയുടെ മുന്താണിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുന്താണിയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഫ്ലവർ ആയിട്ടുള്ളത്. അതാണ് ഞാൻ ആ ഫ്രണ്ട് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പടി പോലെ അടിച്ചു പോയിട്ടുണ്ട്. പൈപ്പിംഗ് അല്ല, ഒരു പടി പോലെ ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. ഈ തുണിയാണ് ഞാൻ ആ ഷോളിന് ചുറ്റും അടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഇതിൽ നിന്ന് എടുക്കാം. ബാക്ക് പീസ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കുത്തുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് അധികം ഡിസൈനുകളില്ല. അപ്പോൾ നമുക്കത് പ്ലെയിൻ ആയിട്ട് കിട്ടും. അതിനുവേണ്ടി നമുക്ക് കുത്തുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ മിഡിലുള്ള സ്പേസ് ആണ്. അപ്പോൾ ഇത് നല്ല കനം കുറവായതുകൊണ്ട് ഇതിൽ നിന്ന് പാൻറ് കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ തയ്ക്കാൻ പറ്റില്ല. ലൈനിങ് വെച്ച് തയ്ക്കണമെങ്കിൽ ഇത് തയ്ക്കാം കേട്ടോ. അപ്പം ഇത് മൊത്തത്തിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. പാൻറ് നമ്മൾ സിഗരറ്റ് പാൻറ് ആണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ തുണി. പിന്നെ ഇതിൻ്റെ ഷോളാണ്. ഷോൾ നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് എടുക്കാം. ഇത് ചെറിയ ഓരപ്പൂക്കൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഷോളിനകത്ത് വരും. ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഈ ഒരു പടി വെച്ച് ഞാൻ കാണിച്ച അത് വെച്ച് അടിക്കുവാണെങ്കിൽ ഷോളും സൂപ്പറായിരിക്കും. നിങ്ങൾ ഇതിൽ കണ്ടില്ലേ, അതുപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് വെട്ടിയെടുത്തതെന്ന്, എങ്ങനെയാണ് കട്ടിങ് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് ഞാൻ എങ്ങനെയാണ് വെട്ടിയെടുത്ത് തയ്ച്ചതെന്ന് മാത്രമേ നിങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ മുന്താണി ഞാനിതിങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുന്താണി മടക്കിയിടുമ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പൂവിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് നമ്മൾ ഇടണം. ഒരുപോലെ രണ്ട് സൈഡിലോട്ടും കിട്ടുന്ന വിധത്തിൽ. ഇനി ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്താണ് അത് ഞാനിവിടെ. ഇതിപ്പം സാരിയിൽ നിന്ന് ചുരിദാറിലോട്ട് ഉള്ള ആ ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും കാര്യങ്ങൾ എക്സ്ട്രാ ഇതൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് നമുക്കതങ്ങനെ വെക്കാം. വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക്, അപ്പോൾ ഞാൻ ആ താഴ്വശം വെട്ടുന്നില്ല, പടിയില്ല, അത് വെട്ടുന്നില്ല, നമുക്ക് പിന്നീട് അഴിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സാരിയുടെ ചുറ്റിനുള്ള ആ പടിയില്ലേ, അത് ഞാൻ അഴിച്ച് ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷോളിൻ്റെ സൈഡിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡിന് വേണ്ടി ഞാൻ പറഞ്ഞു, നമ്മൾ കുത്തുന്ന ഭാഗത്ത് നമുക്ക് ബാക്ക് സൈഡിൽ ഈ ഫ്രണ്ട് സൈഡിലുള്ള പൂക്കളൊന്നും വേണ്ട. അപ്പോൾ ഇത് ശരിക്കും സാരി പോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ നമ്മളിതൊരു ഡ്രസ് പീസാണെന്ന് മാത്രമേ കരുതുള്ളൂ. അപ്പോൾ നമ്മൾ കുത്തുന്ന ഭാഗത്ത് സാധാരണ ഡിസൈനുകൾ വരില്ല സാരിക്ക്. അപ്പോൾ ആ ഭാഗം ഞാൻ ബാക്ക് സൈഡ് മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ ലൈനിങ് ഇതിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ബാക്കിലെ ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കിൻ്റെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭാഗമാണ് വേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ നമ്മുടെ തുമ്പുവശത്ത് നമുക്ക് വെക്കാനായിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ആ വെട്ടിയ സമയത്ത് നിങ്ങൾ കണ്ടു കാണും ആ സൈഡിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ആ എംബ്രോയിഡറി പോലത്തെ ആ ഡിസൈൻ അവിടെ വന്നിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈൻ്റെ തുമ്പത്ത് നമുക്കൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷോളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഷോൾ എടുക്കാനായിട്ട് ഈ തുണി നമ്മളൊരു ഷോൾ എടുക്കണം. നമ്മുടെ ഒരു ഷോൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് അറിയെങ്കിൽ അളവെന്ന് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഷോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷോളിൻ്റെ നീളം വെച്ചിട്ട് ഞാനിത് എടുക്കണം. അപ്പം ഞാനിതിന് പാൻറ് ഓൾറെഡി എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ പാൻറ് പിന്നെ അതുപോലെ ലൈനിങ് കൊച്ചു പിള്ളേർക്ക് ഇടുന്ന പോലെ ലൈനിങ് വെച്ച് അടിക്കുവാണെങ്കിൽ ഓക്കെയാണ്. ലൈനിങ് ഇല്ലാതെ അത് കുറച്ച് ഇതാണ്. അപ്പം നിങ്ങൾക്ക് സിഗരറ്റ് പാൻ്റ് ഒക്കെ അടിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഞാനപ്പോൾ നീളം ഞങ്ങൾ എടുക്കുകയാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് പാൻറ് പീസിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷോള് നമ്മൾ പകുതി എടുത്തിട്ട് അതിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് അത് 2 പീസാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷോളിൻ്റെ നീളം കിട്ടും. ഇപ്പം ഞാനത് പാൻറ് എടുക്കാത്തത് കൊണ്ട് ഞാൻ നീളം ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഷോളിൻ്റെ കറക്റ്റ് ഒരു അളവ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാനത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഷോളിൻ്റെ വീതി ഉണ്ടല്ലോ, നമുക്ക് ഈ സാരിയുടെ വീതി വേണമെന്നില്ല ഷോളിനൊരു വീതിയുണ്ട്, ആ വീതി മതി നമുക്ക്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒത്തിരി തുണി ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ആ വീതിയും കൂടെ ഞാൻ എടുത്തിട്ട് ആ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മൊത്തത്തിൽ ഞാൻ ഈ ഷോളിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോളിൻ്റെ തുണിയുടെ ഇത് നമ്മൾ ആ വെച്ച് അടിക്കുന്ന പടിയുടെ തുണി നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അത് ഞാൻ അടിച്ചിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അപ്പം പിന്നെ ഈ ഒരു ഫ്ലവർ അല്ല, ഈ ഒരു ഇങ്ങനെ ഒരു എതള് പോലെ ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ലാവൻഡറി കളറിലുള്ള ഇതില്ലേ, അതെല്ലാം ഞാൻ
കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തിട്ട് എന്താ നമ്മുടെ ഈ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഇതൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇതിനെ ആദ്യം ഒന്ന് തയ്ച്ചെടുക്കണം. കാരണം നമ്മൾ അരികെ നമുക്ക് ഈ ബ്ലൂ കുറച്ച് കൂട്ടി വെട്ടിയിട്ട് അത് ഉള്ളിലോട്ട് ഇങ്ങനെ തല്ലി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതെങ്കിലും നോക്കാം, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഞാനിതിനെ തയ്ച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ തയ്ച്ചെടുത്തിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, എങ്ങനെയുണ്ട് ഈ ഡ്രസ്സെന്ന് പറയണം നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കോട്ടൺ സാരികളോ കോട്ടൺ സാരിയാണ് വേണമെന്നൊന്നുമില്ല, ഇങ്ങനത്തെ പ്രിന്റഡ് സാരികളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതുപോലെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള സാരികളൊക്കെ ഉണ്ടാവും. നമ്മൾ ചുരിദാറിന് വേണ്ടി നമ്മൾ സാരി വെട്ടിയൊന്നും നാശമാക്കരുത്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ സാരികൾ എടുത്തിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളുടെ ചുരിദാർ സാരി വെട്ടിയതാണോ എന്ന് നിങ്ങളോട് ആരും ചോദിക്കില്ല. ചുരിദാറിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ സാരിയോട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഞാനിപ്പോൾ ഈ സാരി കാണാത്ത ഒരാളാണ് ഞാനിത് ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും ആരും അങ്ങനെ വിചാരിക്കില്ല ഇതൊരു സാരി കൊണ്ടാണ് തയ്ച്ചതെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ സാരിയിൽ നിന്ന് ഇതുപോലെ ചുരിദാർ ടോപ്പ് അടിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.